അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വലിയ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ മുകളിലൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറേജ് ഏരിയ നിറഞ്ഞു. അതുകൊണ്ട് പുതിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാണ്. നമ്മൾ വീടിൻ്റെ അവിടെയല്ല ഉണ്ടാക്കുന്നത്, പുറത്തായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 4 ബ്ലോക്കാണ് വയ്ക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ബ്ലോക്ക് ഇരിക്കട്ടെ. ഇങ്ങനെ 4 ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ ഈ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കുന്നത് വാതിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേഗം ഓടി കയറിയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ പറ്റണം. അങ്ങനത്തെ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കണേ. ഞാനിപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ വയ്ക്കുന്നത് ഡീപ് സ്ലെറ്റിൻ്റെ ഈ ബ്രിക്കാണ്. ഇനി സൈഡിൽ മൊത്തം ഇത് വെച്ച് കൊടുക്കണം. ഞാൻ ഈ സ്റ്റോറേജ് ഏരിയക്ക് ഞാൻ വാതിലൊന്നും വയ്ക്കണില്ല. വാതിൽ വെക്കണില്ല, ഓപ്പണായിട്ടാണ്. നമ്മൾ വേഗം വന്ന് നമ്മുടെ കയ്യിലുള്ള സ്റ്റോണും ഇൻവെൻട്രി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പണാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് വേഗം വന്ന് നമുക്ക് ഇൻവെൻട്രി ക്ലീൻ ആക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബട്ടനൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാവിടെയും സൈഡിൽ ബട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലത്തെ ഇത്തിരി ബ്ലോക്കുകളൊക്കെ കളഞ്ഞിട്ട് വേറെ കുറച്ച് ബ്ലോക്കുകൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡീപ് സ്ലെറ്റിൻ്റെ തന്നെ വേറെ ടൈപ്പ് ബ്ലോക്കുകൾ. ആ ബ്ലോക്ക് ഇത്തിരീശെ അവിടെ ഇവിടെയും വെച്ച് കൊടുക്കാം. മൊത്തം ഇങ്ങനെ കുറേ വെക്കരുത്, ഇത്തിരീശെ. അപ്പം മൊത്തം ആ കളർ തന്നെയായിട്ട് ഇരിക്കില്ല. ഇനി നമുക്ക് ഷിയർ വെച്ചിട്ട് നമുക്ക് ലീവ്സ് കളക്ട് ചെയ്യണം. ലീവ്സ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ വയ്ക്കണം. പിന്നെ ഞാൻ ചെസ്റ്റ് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചെസ്റ്റ് വയ്ക്കുന്നത്. 2 എണ്ണമായിട്ടാണ്, ഒരെണ്ണത്തിൽ 2 എണ്ണം. പിന്നെ അപ്പുറത്തെ സൈഡിലും ഇത്തിരി ചെസ്റ്റ് വയ്ക്കണം. 2 സൈഡിലും ചെസ്റ്റ് വയ്ക്കണം ഗൈസ്. അപ്പം ഞാനാണ് അവിടെ ചെസ്റ്റ് വയ്ക്കുന്നത്. ഇനി രണ്ടാമത്തെ സൈഡിലും വയ്ക്കണം, 2 സൈഡിലും വയ്ക്കണം. ഇനി സോർട്ട് ചെയ്യണം നല്ല രീതിയിൽ. ഓരോ ചെസ്റ്റിലും ഓരോ സാധനങ്ങളാണ് അറിയാൻ വേണ്ടിയിട്ട് കിച്ചൺ ഫ്രെയിം വയ്ക്കണം. അപ്പോൾ അവിടെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലോക്കാണ് അതിൽ വെക്കേണ്ടത് മനസ്സിലാവും. ഇനി നമുക്ക് മുകളിലത്തെ ഈ 4 ബ്ലോക്കുകൾ മാറ്റണം. 4 ബ്ലോക്കുകൾ മാറ്റിയിട്ട് അവിടെ നമുക്ക് ലൈറ്റ് വയ്ക്കണം. ഏത് ലൈറ്റാണ് വയ്ക്കണമെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഇട്ട് ഗ്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞ ഈ ബ്ലോക്ക് വയ്ക്കാം. പിന്നെ ഇവിടെ ഗ്ലോ സ്റ്റോൺ നമുക്ക് നെതറിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ഓക്കിൻ്റെ ട്രാപ്പ് ഡോറ് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ വുഡായിട്ട് അത് മാച്ചായി പൊക്കോളും. ഇനി നമുക്ക് ഇവിടെ വെച്ചേക്കണ ടോർച്ചൊക്കെ പൊട്ടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ക്രീപ്പർ വരാണ്ടിരിക്കാൻ 2 സൈഡിലും പൂച്ചകളെ കൊണ്ടുപോയി വെച്ചാൽ മതി. പൂച്ചയ്ക്ക് ഫിഷ് കൊടുത്ത് ടൈം ചെയ്തിട്ട് 2 സൈഡിലും വെച്ചാൽ മതി. അപ്പം ക്രീപ്പർ വരില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.